हरि ओम. നാരായണ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര സർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ. സദ്യോ ഹൃദ്യവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം. പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ. വേദൈः സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ.
കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭൂതൈർമഹദ്ഭിർയ ഇമാ പുരോ വിഭുഃ നിർമായ ചേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഭാഗവത ജ്ഞാനഗംഗയിൽ ദശമസ്കന്ധത്തിലെ 35-ാം അധ്യായം ഗോപീയുഗളഗീതം എന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിമനോഹരമായിട്ടുള്ള ധ്യാനാത്മകങ്ങളായിട്ടുള്ള ഭഗവത് വർണ്ണനയാണ്. ഗോപികമാരവരുടെ മനസ്സിൽ കാണുന്നതായിട്ടുള്ള വൃന്ദാവനത്തിലെ വേണുഗാനലോലനായ ഭഗവാനെ വളരെ വിശദമായി സൂക്ഷ്മമായി വർണ്ണിക്കുകയാണ്. ആ ഭഗവാന്റെ വേണുഗാനം കേട്ട് ചുറ്റുപാടുള്ളതായിട്ടുള്ള പ്രകൃതിയിലുണ്ടാകുന്ന ആ ഒരു വൈപരീത്യം. എന്താണ് വൈപരീത്യം? അചലങ്ങളെല്ലാം ചലങ്ങളാകുകയും ചലങ്ങളെല്ലാം അചലങ്ങളാകുകയും ചെയ്യുക. 21-ാം അധ്യായത്തിൽ 13 ശ്ലോകങ്ങളെ കൊണ്ട് ഇതേ രീതിയിൽ തന്നെ ഗോപികമാര് ഭഗവാന്റെ വേണുഗാനത്തെ വർണ്ണിച്ചിരുന്നു. ഇവിടെ ഈ അധ്യായത്തിലും അതേ 13 ശ്ലോകങ്ങൾ തന്നെയാണ്. അല്ല, 13 അല്ല, ഇതിൽ 23 ഉണ്ടല്ലേ, സോറി. 25-ൽ 2 ശ്ലോകങ്ങൾ അപ്പുറം ഇപ്പുറം ഒഴിവാക്കി 23 ശ്ലോകങ്ങൾ. അപ്പോൾ അവിടെ 21-ാം അധ്യായത്തിൽ 13 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിച്ചത് ഇവിടെ വീണ്ടും വിസ്തരിച്ച്, മറ്റത് രാസക്രീഡയ്ക്ക് മുമ്പ്, ഇത് രാസക്രീഡ അനന്തരം ഭഗവാന്റെ ധ്യാനം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നാരദ ഭക്തി സൂത്രത്തിൽ നാരദ മഹർഷി ഭക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറയും, തദർപ്പിത അഖിലാചാരത
തസ്മിൻ വിസ്മരണേ പരമവ്യാകുലത. ഇതാണ് ഭക്തിയുടെ ഒരു ലക്ഷണം. പല ലക്ഷണങ്ങളുണ്ട്. അതിൽ നാരദ മഹർഷി പറയുന്ന ഒരു ലക്ഷണമാണ് തദർപ്പിത അഖിലാചാരത തസ്മിൻ വിസ്മരണേ പരമവ്യാകുലത. അഖില ആചാരത എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന കാര്യങ്ങളും ഏത് കാര്യം ചെയ്യുമ്പോഴും തദർപ്പിതം, ആ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. നമ്മുടെ ഉള്ളിൽ ഭക്തി വളരാനുള്ള സാധനങ്ങളാണത്. ഭക്തന്മാരുടെ ലക്ഷണം ഭക്തി വേണമെന്ന് ആഗ്രഹിക്കുന്ന സാധകന്മാർക്ക് സാധനയാണ്. അപ്പൊ ഗോപികമാര് എന്താണോ സിദ്ധമായി കാണുന്നത് അവരിൽ സ്വാഭാവികമായി ഭഗവാനോടുള്ളതായിട്ടുള്ള പ്രേമഭക്തി നിരന്തരം പ്രകാശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ സകല ആചാരങ്ങളും തദർപ്പിതം. അവർക്ക് തസ്മിൻ വിസ്മരണേ ആ ഭഗവാനെ വിസ്മരിക്കുമ്പോൾ പരമവ്യാകുലത, സഹിക്കാൻ പറ്റില്ല എന്നർത്ഥം. കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ, അതാണ് അവരുടെ അവസ്ഥ. ആ അവസ്ഥ നമ്മൾക്കും ഉണ്ടാവണം. അതാണ് ഇതിൻ്റെയൊക്കെ നമ്മൾ പഠിക്കുന്നതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം, ഒരു താല്പര്യം. എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. ഭഗവാനെ വിസ്മരിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് വ്യാകുലതയുണ്ടാവണം. തീർച്ചയായിട്ടും ഉണ്ടാവും. ഭഗവാനെ മറക്കുന്ന നിമിഷങ്ങൾ തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും ദുഃഖപ്രദങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ അല്ലേ? വിപത് വിസ്മരണം വിഷ്ണോഹോ സമ്പന്നാരായണ സ്മൃതി എന്ന് മുമ്പ് മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട്. വിപദോ നൈവ വിപദഃ സമ്പദോ നൈവ സമ്പദഃ വിപത് വിസ്മരണം വിഷ്ണോഹോ സമ്പന്നാരായണ സ്മൃതി. വിപത്തുകളൊന്നും വിപത്തുകളല്ല, സമ്പത്തുകളൊന്നും സമ്പത്തുക്കളല്ല. എന്താണ് യഥാർത്ഥ വിപത്ത്? വിപത് വിസ്മരണം വിഷ്ണോഹോ. വിഷ്ണോഹോ വിസ്മരണം, വിഷ്ണുവിന്റെ വിസ്മരണമാണ് ആപത്ത്. എന്താണ് സമ്പത്ത്? സമ്പത് നാരായണ സ്മൃതി. ഭഗവാനെ സ്മരിക്കുക, ഭഗവാനുമായി കണക്റ്റഡ് ആയിരിക്കുക. സത്യം പരം ധീമഹി, അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പോ അത് തന്നെയാണ് തദർപ്പിത അഖിലാചാരത തസ്മിൻ വിസ്മരണേ പരമം വ്യാകുലത എന്നുള്ള ഭക്തിയുടെ ലക്ഷണവും സാധനയും. സിദ്ധന്മാരിൽ അത് ലക്ഷണം, സാധകന്മാർക്കത് സാധനം. അപ്പം അത് നമ്മുടെ ഉള്ളിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഈ അനേക ഗോപികാഗീതങ്ങൾ അല്ലേ? ഭാഗവതത്തിൽ എത്ര ഗോപികാഗീതമുണ്ട്? 5 ഗോപികാഗീതങ്ങളുണ്ട്. അതിൽ ഇപ്പം നമ്മൾ 4-മത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നും കൂടിയുണ്ട്, ഭ്രമരഗീതം. ഉദ്ധവനെ കാണുമ്പോൾ ഗോപികമാര് ഭഗവാനോടുള്ളതായിട്ടുള്ള പരിഭവം ഉദ്ധവനിലൂടെ ഭഗവാനെ അറിയിക്കാൻ വേണ്ടി ഒരു കരിവണ്ടിനെ കാണുമ്പോൾ, കറുത്ത നിറത്തിലുള്ള ആ വണ്ടിനെ കണ്ടപ്പോൾ ആ വണ്ടിനെ കൃഷ്ണനോട് ഉപമിച്ച് കറുത്തവരൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വണ്ടിനെ വഴക്ക് പറയും പോലെ കൃഷ്ണനെ വഴക്ക് പറയണം. അവരുടെ ഉള്ളിലുള്ള പരിഭവം മുഴുവൻ ഉദ്ധവൻ കേൾക്കെ പ്രകടിപ്പിക്കുകയാണ്. അതാണ് ഭ്രമരഗീതം. അപ്പം അതും കൂടി ആവുമ്പോഴാണ് ഗോപികാഗീതങ്ങൾ 5 പൂർണ്ണമാകുന്നത്. അപ്പം അതിൽ 4-മത്തേതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നായി മനസ്സിരുത്തി ആസ്വദിക്കുക. അത് എന്താ പറയുക, ഗോപികമാരെ പോലെ ശുദ്ധഹൃദയരാവാൻ, ഭഗവത് ഭക്തി വളരാൻ നമ്മളെ അനുഗ്രഹിക്കും, ഉറപ്പാണ്. പദ്യം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ.
अथ श्रीमद्भागवते दशमस्कन्धे पञ्चत्रिंशत्तमोऽध्यायः। श्रीशुक उवाच। गोप्यः कृष्णे वनं याते तमनुद्रुतचेतसः कृष्णलीलाः प्रगायन्त्यो निन्युर्दुःखेन वासरान्। गोप्यौजुः वामबाहुकृतवामकपोलो वल्गिदभ्रुरदरार्पितवेणुं कोमलाङ्गुलिभिराश्रितमार्गं गोप्य ईरयति यत्र मुकुन्दः। व्योमयानवनिताः सह सिद्धैर्विस्मितास्तदुपधार्य सलज्जाः काममार्गणसमर्पितचित्ताः कश्मलं ययुरपस्मृतनिव्यः। हन्तचित्रमबला शृणुतेदं हारहास उरसि स्थिरविद्युत नन्दसूनुरयमार्तजनानां नर्मदो यर्हि कूजितवेणुः। वृन्दशो व्रजवृषा मृगगावो वेणुवाद्यहृदचेदस आरात् दन्तदष्टकबला धृतकर्णाः निद्रिता लिखितचित्रमिवासन्। बर्हिणस्तपगधादुपलाशैः बद्धमल्लपरिबर्हविडम्बः कर्हिचित्सबल आळिसगोपैः गासमाह्वयति यत्र मुकुन्दः। तर्हि भग्नगतय सरितो वै तल्पदाम्बुजरजो निलनीतं स्पृहयतीर्वयमिवा बहुपुण्याः प्रेमवेपितभुजास्तिमितापः। अनुचरैः समनुवर्णितवीर्य आदिपूरुष इवाचलभूतिः वनचरो गिरितटेषु चरन्तीः वेणुनाह्वयति गास्सयदा हि। वनलतास्तरव आत्मनि विष्णुं व्यञ्जयन्त्यैव पुष्पफलाढ्याः प्रणतभारविडपामदुदाराः प्रेमहृष्टतनव ससृजुस्मान्। दर्शनीयतिलको वनमाला दिव्यगन्धतुलसीमधुमत्तैः अळिकुलैरलगुगीरमभीष्टम् आद्रियन् यर्हि सन्दितवेणुः। सारसहंसविहङ्गाः चारुगीतहृतचेतसयेत्य हरिमुपासतते यदचित्ता हन्तमीलितदृशो धृतमौनाः। सह बलस्रगवदं सविलासः सानुषुक्षितिमृदो व्रजदिव्यः हर्षयन् यर्हि वेणुरवेण जातहर्ष उपरम्भति विश्वं। महदतिक्रमणशङ्कितचेता मन्दमन्दमनुगर्जति मेघः सुहृदमभ्यवर्षत् सुमनोभिः छायया च विदधत्प्रदपत्रम्। विविधगोपचरणेषु विदग्धो वेणुवाद्य उरुधा निजशिक्षाः तव सुतः सदि यदाधरबिम्बे दत्तवेणुरनयत्स्वरजातीः। सवनश तदुपधार्य सुरेशाः शक्रशर्वपरमेष्टिपुरोगाः कवय आनतकन्दरचित्ताः कश्मलं ययुरनिश्चिततत्त्वाः। निजपदाब्जदलैर्ध्वजवज्र नीरजाङ्कुशविचित्रललामैः व्रजभुवः शमयन् खुरतोदं वर्ष्मदुर्यगतिरीडितवेणुः। व्रजति तेन वयं सविलासवीक्षणार्पित मनोभववेगाः कुजगतिं गमिता न विदामः कश्मलेन कबरं वसनं वा।
മണിധര ക്വചിദാഗണയംഗ മാലയാദയിത ഗന്ധ തുളസ്യാ പ്രണയിനോനുചരസ്യ കദം കദാംസേ പ്രക്ഷിപൻ ഭുജമഗായതയത്ര ക്വണിത വേണുരവവഞ്ചിത ചിത്താഃ കൃഷ്ണമന്വസത കൃഷ്ണഗൃഹിണ്യഃ ഗുണഗണാർണമനുഗത്യ ഹരിണ്യോ ഗോപികാ ഇവ വിമുക്തഗൃഹാശാഃ കുന്ദദാമകൃത കൗതുകവേഷോ ഗോപഗോദനവൃതോ യമുനായാം നന്ദസൂരുരനഗേ തവ വത്സോ നർമ്മദഃ പ്രണയിനാം വിജഹാര മന്ദവായുരുപവാത്യനുകൂലം മാനയന്മലയജസ്പർശേന വന്ദിനസ്തമുപദേവഗണായേ വാദ്യഗീതബലിഭിഃ പരിവവ്രുഃ വത്സലോ വ്രജഗവാം യദഗദ്രോ വന്ദ്യമാനചരണഃ പതിവൃദ്ധൈഃ കൃഷ്ണഗോദനമുപോഹ്യ ദിനാന്തേ ഗീതവേണുരനുഗേഡിതകീർത്തിഃ ഉത്സവം ശ്രമരുചാപി ദൃശീനാം ഉന്നയൻ കുരരജ ചുരിതസ്രക് ദിൽസയൈതി സുഹൃദാശിഷയേഷ ദേവകീ ജഡരഭൂരുഡുരാജഃ മദവികൂർണിതലോചനൈഷത് മാനദസ്വസുഹൃദാം വനമാലീ ഭദരപാണ്ഡുവദനോ മൃദുഗണ്ഡം മണ്ഡയൻ കനകകുണ്ടലലക്ഷ്മ്യാം യദുപതിർദ്വിരതരാജവിഹാരോ യാമിനീപതിരിവൈഷദിനാന്തേ മുദിതവക്ത്ര ഉപയാതി ദുരന്തം മോചയൻ വ്രജഗവാം ദിനതാപം. ശ്രീശുക ഉവാച ഏവം വ്രജസ്ത്രിയോ രാജൻ കൃഷ്ണലീലാനുഗായതീഃ രമിരേഹ സുതച്ചിത്താഃ തന്മനസ്കാ മഹോദയാഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ വൃന്ദാവനക്രീഡായാം ഗോപികായുഗളഗീതം നാമ പഞ്ചത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരി ഓം. നാരായണ. രാസക്രീഡ അനന്തരം നടക്കുന്നതായിട്ടുള്ള ലീലകളാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഭഗവാൻ ഗോപികമാരുടെ ഹൃദയത്തെ പൂർണ്ണമായും കവർന്നു. അവർക്കിനി വേറൊരു ജീവിതമേ ഇല്ല. കൃഷ്ണനിൽ തന്നെ സർവസ്വവും സമർപ്പിച്ചവരായി അവരുടെ ദേഹവും പ്രാണനും മനസ്സും സകലതും കൃഷ്ണനിൽ സമർപ്പിച്ചവരാണ്. കൃഷ്ണഗത പ്രാണകൾ. പതിസുതാന്മയ ഭ്രാതൃബാന്ധവാൻ
അതിവിലംഘ്യതേ അന്ത്യച്യുതാഗത എന്ന് പറഞ്ഞവരാണ്, പാടിയവരാണ് അല്ലേ. എല്ലാ ബന്ധുക്കളെയും അതിവിലംഘ്യ അവരെയെല്ലാം അതിക്രമിച്ച് ലംഘിച്ച് അവർ പറയുന്നത് കേൾക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് വന്നവരാണ്, സർവസ്വവും ഉപേക്ഷിച്ച് വന്നവരാണ്. അപ്പോൾ അവരുടെ സർവസ്വവും ഇപ്പോൾ ഭഗവാനിൽ സമർപ്പിതമാണ്. അങ്ങനെയുള്ള അവരുടെ ആ ഒരു ഓരോ ദിവസങ്ങളും എങ്ങനെ കഴിഞ്ഞുപോയി എന്ന് പറയണ്. നിന്യുഹു ദുഃഖേന വാസരാൻ, ദുഃഖത്തോടുകൂടെ, വിരഹ ദുഃഖത്തോടുകൂടെ ആ പകലുകൾ ഭഗവാൻ വനത്തിലേക്ക് പോകുമ്പോൾ കൃഷ്ണലീലാഹ പ്രകായന്ത്യ, കൃഷ്ണലീലകളെ പ്രകർഷേന ഗാനം ചെയ്യുന്നവരായിട്ട് അവരവരുടെ പകലുകളെ നയിച്ചു. അങ്ങനെ ഒരു ഗോപി രണ്ട് ശ്ലോകങ്ങൾ വീതം പാടിയപ്പോഴാണ് അതിന് യുഗളഗീതം എന്ന് പേര് വന്നത്. 2 ശ്ലോകങ്ങൾ കൊണ്ടാണ് ഒരു ആശയം പൂർണ്ണമാക്കുന്നത്. അപ്പോൾ ആ ഭഗവാൻ തൻ്റെ ഇടത് കയ്യിലേക്ക്, വാമബാഹുവിലേക്ക് വാമകപോലം ചായ്ച്ചു വെച്ച്, ബാഹുകൃത വാമകപോല വൽഗിത ബ്രുഹു, ഭഗവാന്റെ പുരികക്കൊടികൾ ചലിപ്പിച്ചുകൊണ്ട് താൻ തന്നെ തൻ്റെ ഗാനം ആസ്വദിക്കുന്നതായി ഭാവിച്ചുകൊണ്ട് അതരാർപ്പിത വേണു ഈരയതി, തൻ്റെ ചുണ്ടോട് ചേർത്ത് വെച്ച വേണുവിനെ ശബ്ദിപ്പിക്കുന്നു. കോമള അങ്കുലിഭിഹി ആശ്രിത മാർഗം വേണു, ആ വേണുവിൻ്റെ മാർഗങ്ങളെ ഭഗവാൻ തൻ്റെ വിരലുകളെ കൊണ്ട്, കോമളങ്ങളായ വിരലുകളെ കൊണ്ട് സ്പർശിച്ചുകൊണ്ട് ആ ശബ്ദവിന്യാസം ചെയ്യുന്നു ആ മുകുന്ദൻ, അല്ലയോ ഗോപികളെ. അങ്ങനെ ഭഗവാൻ എപ്പോഴാണോ വേണുഗാനം ആരംഭിച്ചത്, അപ്പോൾ ആ വ്യോമയാന വനിതകൾ അവരുടെ ഭർത്താക്കന്മാരോടുകൂടി വിമാനങ്ങളിൽ വന്നിരുന്ന് ഭഗവാന്റെ ഈ ലീല കണ്ട് വിസ്മിതരായി, ലജ്ജയോടുകൂടിയവരായി, കാമപീഡിതരായി വല്ലാത്ത മോഹാവസ്ഥയെ പ്രാപിക്കുന്നു. അവരുടെ വസ്ത്രങ്ങൾ അഴിഞ്ഞു പോകുന്നത് പോലും അവരറിയുന്നില്ല. അപസ്മൃത നിവ്യ കശ്മലം യയു. അപ്പോഴേക്കും വേറൊരു ഗോപി പാടി, ഹേ അബലാഹ, ഹേ ഗോപികമാരെ, ഇത് കേൾക്കൂ, എന്തൊരു വിചിത്രം നോക്കൂ. ഭഗവാൻ തൻ്റെ മന്ദഹാസത്തെ തൻ്റെ മാറിലെ ഹാരങ്ങളിൽ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. ഭഗവാന്റെ മാറിൽ ആ ലക്ഷ്മീദേവി സ്ഥിരമായിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ നന്ദസൂനു തന്നെ ആശ്രയിക്കുന്ന അർത്ഥജനങ്ങൾക്ക് സന്തോഷം കൊടുക്കുന്നവനാണ്, നർമ്മദനാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ എപ്പോഴാണോ വേണുഗാനം ആരംഭിച്ചത്, അപ്പോൾ പശുക്കളും കാളകളും മൃഗങ്ങൾ അഥവാ മാനുകളും എല്ലാം തന്നെ ആ വേണുഗാനത്താൽ ഹരിക്കപ്പെട്ട ചേതസ്സോടുകൂടിയവരായി അവർ കടിച്ചു പിടിച്ചിരിക്കുന്ന പുല്ലോടുകൂടി അത് ഭക്ഷിക്കാതെ ചെവിയും കൂർപ്പിച്ച് നിദ്രയെ പ്രാപിച്ചവരെ പോലെ കണ്ണടച്ചുകൊണ്ട് ലിഖിത ചിത്രമിവ ആസന്ന്, ചിത്രം വരച്ചു വെച്ചതുപോലെ നിശ്ചലരായി ഭവിച്ചു. അപ്പം മൃഗങ്ങളെല്ലാം ഭഗവാന്റെ വേണുഗാനത്താൽ നിശ്ചലഭാവത്തെ പ്രാപിച്ചു. അതുപോലെ ഭഗവാൻ മയിൽപീലികളും പൂങ്കുലകളും മനയോലയും തളിരുകളും കൊണ്ടെല്ലാം മല്ലവേഷമെല്ലാം ധരിച്ചുകൊണ്ടാണ് ബലരാമനോടുകൂടി വിഹരിക്കുന്നത്. അങ്ങനെ ആ ഭഗവാൻ തൻ്റെ പശുക്കളെ ആഹ്വാനം ചെയ്യുന്നതായിട്ടുള്ള സമയത്തിങ്കൽ ആ സരിത്തുക്കൾ, നദികളെല്ലാം ഭഗ്നഗതികളായി ഭഗവാന്റെ പാദ കമലത്തിൽ നിന്നുള്ളതായിട്ടുള്ള ആ രജസ്സിനെ പ്രാപിക്കുവാനായിക്കൊണ്ട് അവരുടെ കൈകളാകുന്ന തിരകളെ കൊണ്ട് അതിനെ എത്തിപ്പിടിക്കാൻ ശ്രമിച്ച്, പക്ഷേ സാധിക്കാതെ നമ്മളെപ്പോലെ തന്നെ അബഹുപുണ്യാഹ വയമിവ അബഹുപുണ്യാഹ, പുണ്യം വേണ്ടത്ര ഇല്ലാത്തതുകൊണ്ട് ഭഗവാന്റെ പാദത്തെ സ്പർശിക്കാൻ പറ്റാതെ പ്രേമവേപിതഭുജാഹ സ്ഥിമിതാപഹ, നിശ്ചലരായി നിന്നുപോകുന്നു ആ നദിയിലെ പ്രവാഹം പോലും. ഇങ്ങനെ ഓരോ ഗോപികളും അവർ കാണുന്ന, അവരുടെ മനസ്സിൽ കാണുന്ന ആ വൃന്ദാവനത്തിലെ രംഗം വർണ്ണിക്കുകയാണ് അടുത്ത ഗോപിയുടെ
ഇതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ 7ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. 8ാം ശ്ലോകം മുതൽക്ക് തുടരാം അല്ലേ? 8 അത് പറഞ്ഞു. 8 പറഞ്ഞിട്ടില്ല അല്ലേ? അനുചരൈ സമനുവർണിത വീര്യ ആദിപൂരുഷൈവാചലഭൂതി വനചരോ ഗിരിതടേഷു ചരന്തി വേണുനാഹ്വയതി ഗാസ്വയദാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യൈവ പുഷ്പബലാഢ്യാഃ പ്രണതഭാരവിടപാ മധുധാരാഃ പ്രേമഹൃഷ്ടതനവഃ സസൃജുസ്മ. അനുചരൈ സമനുവർണിത വീര്യഃ ആദിപൂരുഷൈവാചലബോധിഃ വനചരോ ഗിരിതടേഷു ചരന്തിഃ വേണുനാഹ്വയതി ഗാസ്വയദാഹി വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യൈവ പുഷ്പബലാഢ്യാഃ പ്രണതഭാരവിടപാ മധുധാരാഃ പ്രേമഹൃഷ്ടതനവ സസൃജുസ്മ. അപ്പോൾ മറ്റൊരു ഗോപി 2 ശ്ലോകങ്ങളെ കൊണ്ട് അത്ഭുതമായിട്ടുള്ള മറ്റൊരു രംഗത്തെ വർണ്ണിച്ചു തരുന്നു. അനുചരൈ സമനുവർണിത വീര്യഃ ആദിപൂരുഷൈവ അചലഭൂതിഃ. ഭഗവാനെ വർണ്ണിക്കുകയാണ്. അനുചരൈഹി സമനുവർണിത വീര്യഃ. അനുചരന്മാർ, ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുന്നവർ, ഗോപന്മാര്. ആ ഗോപന്മാരാൽ ഭഗവാന്റെ വീര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഓരോ ലീലകൾ, ശക്തികൾ, പരാക്രമങ്ങൾ, കർമ്മങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ സമനുവർണിതം, ഇതുവരയ്ക്ക് നടന്നിട്ടുള്ള ഭഗവാന്റെ ഓരോ കഥകളും കൂടെ നടക്കുന്നതായിട്ടുള്ള ഗോപന്മാര് വർണ്ണിക്കുകയാണ്, കീർത്തിക്കുകയാണ്, ഭഗവാനെ പുകഴ്ത്തുകയാണ്. അഗാസുരനെ കൊന്നവൻ, ബകാസുരനെ കൊന്നവൻ അല്ലേ? അതുപോലെ കാളിയനെ ഗർവം ശമിപ്പിച്ചവൻ, ധേനുകാസുരനെ വധിച്ചവൻ, പ്രലംബാസുരനെ വധിച്ചവൻ, ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിച്ചവൻ. ഇങ്ങനെ ഭഗവാൻ ചെയ്ത ഓരോരോ ലീലകളും വീര്യങ്ങളും പരാക്രമങ്ങളും ഈ ഗോപന്മാര് വർണ്ണിച്ചുകൊണ്ട് പിന്നാലെ സഞ്ചരിക്കുകയാണ്. അനുചരൈഹി സമനുവർണിത വീര്യഃ ആദിപൂരുഷൈവ. ആ ഭഗവാൻ ആദിപൂരുഷനെ പോലെ, ആദിപൂരുഷൻ മഹാവിഷ്ണു. അപ്പൊ മഹാവിഷ്ണുവിനോട് ഇവിടെ കൃഷ്ണനെ ഉപമിക്കുകയാണ് ഗോപികമാര്. ആദിപൂരുഷഃ ഇവ, ആദിനാരായണനെ പോലെ. അചലഭൂതിഹി, അചലഭൂതിഹി, ഭൂതി വിഭൂതി എന്നൊക്കെ പറയുന്നത് ലക്ഷ്മിയാണ്. അപ്പൊ ഇളകാത്ത ലക്ഷ്മിയോടുകൂടിയവൻ. ലക്ഷ്മി ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് അനപായിനിയായിരിക്കുന്നു അല്ലെ? ഭഗവാനിൽ നിന്ന് അപായം അഥവാ അകലം ഒരിക്കലും ആഗ്രഹിക്കാത്തവളാണ്, ഭഗവാനെ പിരിയാതിരിക്കുന്നവളാണ് ലക്ഷ്മി ദേവി, അനപായിനി. അപ്പൊ ആ ഭൂതി അചല ഭൂതിയാണ്, ഇളകാത്ത ഭൂതിയോട് കൂടിയവനായിട്ടുള്ള. അപ്പൊ മഹാവിഷ്ണു ലക്ഷ്മി ദേവിയോടുകൂടി സഞ്ചരിക്കുന്നത് പോലെ എന്ന് സൂചിപ്പിക്കാനൂടെ സർവ്വ ഐശ്വര്യങ്ങളോട് കൂടിയതായിട്ടുള്ള ഈ കൃഷ്ണന്റെ സഞ്ചാരത്തെ ഭഗവാൻ മഹാവിഷ്ണു സഞ്ചരിക്കുമ്പോഴും ദേവന്മാരും വിദ്യാധരന്മാരും ഗന്ധർവന്മാരും ഒക്കെ സ്തുതിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടാവും. അപ്പൊ അതുപോലെ ഇവിടെ ഗോപവൃന്ദമാണ് ഭഗവാനെ സ്തുതിക്കുന്നത്. ഇവിടെ ഭഗവാൻ വനചരനായിട്ട്, വനചരഃ ഗിരിതടേഷു ചരന്തീഹി വേണുനാ ആഹുയതി ഗാഹ സയദാഹി. വനചരനായ ഭഗവാൻ എപ്പോഴാണോ ഗിരിതടേഷു ചരന്തീഹി ഗാഹ. ഇവിടെ ഗാഹ എന്നുള്ളത് പശുക്കളാണ്, അതിനെ വിശേഷിപ്പിച്ചതാണ് ചരന്തീഹി. എവിടെ ചരിക്കുന്നു? ഗിരിതടേഷു, പർവ്വതങ്ങളിൽ, ഗോവർദ്ധനാദി പർവ്വതങ്ങളിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള, ഗിരിതടങ്ങളിൽ സഞ്ചരിക്കുന്ന ആ പശുക്കളെ യഥാ സഹ വേണുനാ ആഹ്വയതിഹി,
എപ്പോഴാണോ വേണുവിനെ കൊണ്ട് തന്നെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ ആ ഓടക്കുഴൽ വിളിയിലൂടെ ആ പശുക്കളെ വിളിക്കലാണ്. പശുക്കളുടെ പേരുകൾ പറഞ്ഞും മറ്റുമൊക്കെ ഭഗവാൻ പ്രത്യേക പ്രത്യേക ശബ്ദങ്ങൾ ഉണ്ടാക്കി വിളിക്കുമ്പോൾ ആ പശുക്കൾക്ക് അത് തിരിച്ചറിയാം. അപ്പോൾ പർവ്വതങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള, അതുപോലെ താഴ്വാരങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന പശുക്കളെ ഭഗവാൻ തന്റെ വേണുകൊണ്ട് ആഹ്വാനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വനലഗാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യ ഇവ പുഷ്പഫലാഢ്യാ പ്രണതഭാരവിടപാ മധുദാരാ പ്രേമഹൃഷ്ടതനവസ്സൃജുസ്മ. ഭഗവാന്റെ ആ വേണുവിലൂടെയുള്ളതായിട്ടുള്ള പശുക്കളെ വിളിക്കുന്നതായിട്ടുള്ള ആ നാദം കേൾക്കുമ്പോൾ അവിടെയുള്ള സ്ഥാവരങ്ങൾ, വനലതാഹ തരവഹ, വനലതാഹ എന്ന് പറഞ്ഞാൽ വനത്തിലെ ലതകൾ, വള്ളികൾ, തരവഹ എന്ന് പറഞ്ഞാൽ തരുക്കൾ, വൃക്ഷങ്ങൾ. അപ്പൊ വൃക്ഷങ്ങളും വള്ളികളും അത് കേട്ട് പുളകിതരാവുന്നു. അതാണ് അവര് ആത്മനി വിഷ്ണു വ്യഞ്ജയന്ത്യ ഇവ. ആത്മനി തങ്ങളുടെ ഉള്ളിലുള്ള വിഷ്ണു എന്ന ശബ്ദത്തിന് ഇവിടെ ആനന്ദം എന്നർത്ഥം. അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യസ്വരൂപനായ ഭഗവാനെ പ്രകാശിപ്പിക്കുവാൻ വ്യഞ്ജയന്ത്യ, വ്യഞ്ജയന്ത്യ വ്യക്തമാക്കുന്നവരായിട്ട്. അപ്പൊ അവരുടെ ഉള്ളില് വിഷ്ണു ഇരിപ്പുണ്ട്. ആ വിഷ്ണു ആനന്ദ സ്വരൂപനാണ്, ചൈതന്യ സ്വരൂപനാണ്. അപ്പോ അചേതനങ്ങളാണ് ഒരു കണക്കിന് വനലതകളും തരുക്കളും, അല്ലെ? സ്ഥാവരങ്ങളാണ്. പക്ഷെ സ്ഥാവരങ്ങളുടെ ഉള്ളിലും ചൈതന്യമുണ്ട്, വിഷ്ണുവുണ്ട്. ആ വിഷ്ണു ആനന്ദ സ്വരൂപനുമാണ്. അപ്പൊ തങ്ങളുടെ ഉള്ളിലുള്ള വിഷ്ണുവിനെ ഈ വൃക്ഷലതാദികൾ എങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത് നോക്കൂ. അപ്പൊ വൃക്ഷലതാദികൾ പോലും അവരുടെ ഉള്ളിലുള്ള വിഷ്ണുവിനെ പ്രകാശിപ്പിക്കുന്ന ആ ഒരു പരിശ്രമം ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്താ ചെയ്യേണ്ടത്, അല്ലേ? നമുക്കുള്ളൊരു പാഠവും കൂടിയാണ്, സൂചനയും കൂടിയിട്ടാണ്. ആ ഭഗവാന്റെ ആ സ്മരണ കൊണ്ട് നമ്മുടെ ഉള്ളിലും ഉള്ള ആ വിഷ്ണുവിന്റെ ചൈതന്യത്തെ, ആനന്ദത്തെ ലോകത്തിലേക്ക് വ്യഞ്ജിപ്പിച്ചു കൊണ്ടുവേണം നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്കൊക്കെ ആനന്ദം നൽകുന്നതാവട്ടെ നമ്മുടെ ജീവിതം. ഇതാണ് ഇതിൻ്റെ ഒരു സൂചന. അപ്പൊ അവര് സസ്യലതാദികള്, വൃക്ഷലതാദികള് അവരുടെ ഉള്ളിലുള്ള വിഷ്ണുവിനെ വ്യക്തമാക്കുന്നു. ആത്മനി വിഷ്ണു വ്യഞ്ജയന്ത്യ ഇവ. എങ്ങനെയാണ് അവർ വ്യക്തമാക്കുന്നത്? ഞങ്ങളുടെ ഉള്ളിലും വിഷ്ണു ഉണ്ട് എന്നുള്ളത്. മനുഷ്യരാണെങ്കിൽ അവരുടെ പ്രവൃത്തികളിലൂടെ, നല്ല വാക്കുകളിലൂടെ, അല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ പ്രകടിപ്പിക്കേണ്ടത്. എന്നാൽ ഇവരോ, വൃക്ഷങ്ങൾ അവർക്ക് സാധിക്കുന്നത് എന്താണ്? അവരുടെ ഉള്ളിലടങ്ങിയിരിക്കുന്ന പുഷ്പങ്ങളെയും ഫലങ്ങളെയും ഒക്കെ പുറത്തേക്ക് ലോകത്തിനായിക്കൊണ്ട് പ്രകാശിപ്പിക്കുക. അതാണ് പുഷ്പബലാഢ്യാഹ. പുഷ്പങ്ങളാലും ഫലങ്ങളാലും ആഢ്യരായി നിൽക്കുന്നു വനലതകളും തരുക്കളും. അവരവരുടെ ഉള്ളിൽ ഉള്ള ആ പുഷ്പങ്ങളെയും പഴങ്ങളെയും പ്രകാശിപ്പിക്കുന്നു, വ്യക്തമാക്കുന്നു. ഭഗവാന് സൽക്കാരം ചെയ്യാനായിക്കൊണ്ട്, ഭഗവാനെ പൂജിക്കാനായിക്കൊണ്ട്. ഇതാ ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു, ആ ഭഗവാനെ നമുക്ക് സൽക്കരിക്കണ്ടേ എന്നുള്ള ആ ഒരു ഭാവത്തോടുകൂടെ ആ വൃക്ഷലതാദികളൊക്കെ അവരുടെ സൽക്കാരം, അവരുടെ പൂജ, അവരുടെ ആദരം അവര് ഇങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത്. അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പുഷ്പങ്ങളെയും ഫലങ്ങളെയും പ്രകാശിപ്പിച്ചുകൊണ്ട്. അതാണ് വ്യഞ്ജയന്ത്യൈവ പുഷ്പബലാഢ്യാഹ പ്രണതഭാരവിടപാ മധുദാരാ പ്രേമഹൃഷ്ടതനവഃ സസൃജുസ്മ. അവരുടെ തനുക്കൾ, അവരുടെ ശരീരം പ്രേമഹൃഷ്ടതനവഃ, പ്രേമത്താൽ ഹർഷം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ശരീരം എന്ന് പറഞ്ഞാലോ, പുതിയ പുതിയ മുകുളങ്ങൾ, മൊട്ടുകളും തളിരുകളും എല്ലാം ഈ വൃക്ഷലതാദികളിൽ പ്രകാശിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് അവരുടെ ഉള്ളിലുള്ള തളിരുകളും മൊട്ടുകളുമെല്ലാം അവരെ പ്രകാശിപ്പിക്കുന്നത്. അപ്പൊ അത് ആ സ്നേഹം, പ്രേമം അവർ പ്രകടിപ്പിക്കുന്നു. പ്രേമഹൃഷ്ടതനവഃ. ആരാ? ഈ പ്രണതഭാര വിടപാഹ. പ്രണതഭാരം, ഭാരം കൊണ്ട് പ്രണതം,
അവരുടെ വിടവങ്ങൾ എന്നാൽ ശാഖകളാണ്, കൊമ്പുകൾ. ആ കൊമ്പുകളിലൊക്കെ പഴങ്ങളും പൂക്കളും നിറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അതിന് ഭാരം വർദ്ധിക്കും. ആ ഭാരം കൊണ്ട് ഭഗവാനെ പ്രണമിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ എന്താ പറയുക, എന്തെങ്കിലും ധനം ഉണ്ടാകുമ്പോൾ മതിക്കുന്ന ആളുകളെ, അഹങ്കരിക്കുന്ന ആളുകളെ പോലെയല്ല വൃക്ഷലതാദികള്. അവർക്ക് കൂടുതൽ ധനം ഉണ്ടാകും തോറും അവർ കൂടുതൽ വിനയാന്വിതരാകുന്നു. സജ്ജനങ്ങളുടെ കയ്യിൽ ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവര് വിനയാന്വിതരാകും. സജ്ജനങ്ങൾക്ക് വിദ്യ ഉണ്ടായാൽ അതും അവർക്ക് വിനയത്തിന് കാരണമാകും. സജ്ജനങ്ങൾക്ക് ബന്ധുബലവും ശക്തിയുമൊക്കെ ഉണ്ടായാലും അതും അവർ വിനയത്തോടുകൂടെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കും. ഇതാണ് സജ്ജനങ്ങളുടെ സ്വഭാവം. അതാണ് അവിടെ വൃക്ഷങ്ങളും പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ വിടപങ്ങളെല്ലാം ഭഗവാനോടുള്ള പ്രേമം കൊണ്ട്, പ്രേമഭാരം കൊണ്ട് ചാഞ്ഞിരിക്കുന്നു. പ്രണതഭാര വിടവാഹ. അവരുടെ പൂക്കളിൽ നിന്നും തേനിൽ നിന്നും മധുധാരാഹ സസൃജുഹു. മധുധാര നല്ല മകരന്തം, തേന്. പൂവിൽ നിന്നും തേനൊഴുകുന്നുണ്ട്. ഫലങ്ങളും മൂത്തുപഴുത്ത് അതിൽ നിന്നും തേനൊഴുകുന്നു. സസൃജുഹു സ്മ, സർജിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രവഹിക്കുന്നു, പുറത്തേക്ക് പ്രകാശിപ്പിക്കുന്നു. പ്രേമഹൃഷ്ടതനവഹ. ആ പ്രേമം കൊണ്ട് ഹർഷം പ്രാപിച്ച, എന്താ പറയുക, പുളകം പ്രാപിച്ചതായിട്ടുള്ള, ശരീരത്തോടു കൂടിയതായിട്ടുള്ള ആ വൃക്ഷലതാദികൾ പോലും ഭഗവാനെ സൽക്കരിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള സ്നേഹത്തെ, ആനന്ദത്തെ, വിഷ്ണു ചൈതന്യത്തെ അവരിങ്ങനെയാണ് പ്രകാശിപ്പിക്കുന്നത്. വനലതാസ്തരവ ആത്മനി വിഷ്ണും വ്യഞ്ജയന്ത്യൈവ പുഷ്പഫലാഢ്യാഃ പ്രണതഭാരവിടപാമധുധാരാഃ പ്രേമഹൃഷ്ടതനവ സസൃജുസ്മ. ഇപ്പോൾ വൃക്ഷലതാദികൾ ഭഗവാനെ പൂജിക്കുന്നതും ആദരിക്കുന്നതുമാണ് വർണ്ണിച്ചത്. ഇത് കാണുന്ന, കേൾക്കുന്ന നമ്മളുടെ ഉള്ളിലും അചരങ്ങളായ സ്ഥാവരങ്ങളായ വൃക്ഷങ്ങളും ലതകളും പോലും ഭഗവാനെ ആരാധിക്കുമ്പോൾ, പ്രേമാർദ്രമാകുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ? ഇങ്ങനെ കരിങ്കല്ല് പോലെ ഇരുന്നാൽ മതിയോ? യാതൊരു വികാരവുമില്ലാതെ, യാതൊരു വിനയവുമില്ലാതെ, അഹങ്കാരികളായിക്കൊണ്ട്, അല്ലേ, ഭഗവാനോട് യാതൊരു പ്രേമവുമില്ലാതെ ഇങ്ങനെയൊക്കെ ഇരുന്നാൽ മതിയോ എന്ന് സ്വയം വിമർശിക്കേണ്ടതാണ്. എന്നിട്ട് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട്, പ്രേരണ ഉൾക്കൊണ്ട് സ്വയം നമ്മൾക്ക് എന്തെല്ലാം നൽകിയിട്ടുണ്ടോ എല്ലാം ഭഗവാൻ നൽകിയതാണെന്നുള്ള ഓർമ്മയോടുകൂടെ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഭഗവാന് സമർപ്പിക്കുവാനുള്ളതായിട്ടുള്ള ഒരു സന്നദ്ധത, അതാണ് ഈ വൃക്ഷങ്ങൾ കാണിച്ചു തരുന്നത്. ആ ഒരു ഭാവം ഉണ്ടാവട്ടെ. ഇനി അടുത്ത ഗോപി താൻ കാണുന്നതായിട്ടുള്ള രംഗം വർണ്ണിക്കുന്നു. ദർശനീയ തിലകോ വനമാല ദിവ്യഗന്ധ തുളസീ മധുമത്തൈഃ അളികുലൈർ അലഘുഗീതമഭീഷ്ടം ആദ്രിയൻ യർഹി സന്ദിത വേണുഃ സരസി സാരസഹംസ വിഹംഗാഃ ചാരുഗീതഹൃതചേതസയേത്യ ഹരിമുപാസതത്തെ യുതചിത്താ ഹന്തമീലിതദൃശോ ധൃതമൗനാഃ. ദർശനീയ തിലകോ വനമാലാ ദിവ്യഗന്ധ തുളസീ മധുമത്തൈഃ അളികുലൈർ അലഘുഗീതമഭീഷ്ടം ആദ്രിയൻ യർഹി സന്ദിത വേണുഃ സരസി സാരസഹംസ വിഹംഗാഃ ചാരുഗീതഹൃതചേതസയേത്യ ഹരിമുപാസതേ യദചിത്താ ഹന്തമീലിതദൃശോ ധൃതമൗനാഃ. അപ്പോ യർഹി, എപ്പോഴാണോ ഭഗവാൻ തന്റെ വേണുവുമായി ഗാനം ആലപിച്ചത്, ആദ്രിയൻ സന്ദിത വേണുഹു,
സന്ധിത വേണു, വേണുവിൽ തന്റെ ചുണ്ടുകളെ ചേർത്ത് വെച്ചവനായിട്ട് എപ്പോഴാണോ ഭഗവാൻ അളികുലൈഹി ലഘുഗീതം അഭീഷ്ടം ആദ്രിയൻ എന്ന് പറയുന്നുണ്ട്. അളികുലങ്ങൾ വണ്ടിന്റെ കൂട്ടങ്ങൾ, ആ വണ്ടിന്റെ കൂട്ടങ്ങളോടുകൂടെ ആ ലഘു എന്ന് പറഞ്ഞാൽ ലഘു അല്ലാത്തത്, ലഘു എന്ന് പറഞ്ഞാൽ ചെറുത്, അലഘുവോ ഗുരു. അപ്പൊ നല്ല ഉച്ചൈസ്തരം എന്നർത്ഥം. ഉച്ചൈസ്തരം അഭീഷ്ടം ഗീതം ആദ്രിയൻ, നല്ല അഭീഷ്ടമായിട്ട്. ആർക്ക് അഭീഷ്ടം? ആ വണ്ടുകൾക്കും അഭീഷ്ടമായിരിക്കുന്ന ഗീതം, ഗാനത്തെ ആദ്രിയൻ ആദരിക്കുന്നവനായിട്ട് യർഹി സന്ധിത വേണുഹു, എപ്പോഴാണോ വേണുവിനെ ചേർത്ത് വെച്ചത്. അപ്പൊ ഭഗവാൻ ആ വണ്ടുകളെ പോലും ആദരിക്കുന്നു. ആദ്രിയൻ എന്നുള്ളത് വണ്ടുകളോടുള്ള ആദരവാണ്. അപ്പൊ വണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വണ്ടുകൾ ശ്രുതി മീട്ടുന്നുണ്ട്, അല്ലേ? അപ്പൊ ആ ശ്രുതി ഇത്തിരി ഉച്ചത്തിലുള്ള ശ്രുതി ആയിരിക്കും വണ്ടുകളുടെ ശ്രുതി. ഭഗവാൻ അതിനെ അനുകൂലിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള ഉച്ച ശബ്ദത്തിലാണ് ഭഗവാൻ പാടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഏത് വണ്ടുകളാണ്, വണ്ടുകൾ എവിടുന്ന് വന്നവരാണെന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ആ ഭഗവാൻ ദർശനീയ തിലകഹ എന്ന് ഭഗവാനെ സൂചിപ്പിച്ചു. ദർശനീയ തിലകഹ എന്ന വാക്കിന് രണ്ടു തരത്തിൽ വിഗ്രഹിക്കാം. ദർശനീയം തിലകം യസ്യ, കാണാൻ അതിമനോഹരമായ തിലകം ആർക്കുണ്ടോ അവൻ ദർശനീയ തിലകൻ. തിലകമെന്നാൽ കസ്തൂരി തിലകം. ഭഗവാൻ നെറ്റിയിൽ കസ്തൂരി തിലകം ചാർത്തിയിട്ടുണ്ട്, കാണേണ്ടതാണ്. അതാണ് ദർശനീയം. കണ്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ്. അപ്പൊ ഭഗവാന്റെ ആ ഗോപിക്കുറി, കസ്തൂരി ചന്ദനം മുതലായത് കൂട്ടി അരച്ചുകൊണ്ടുള്ളതായിട്ടുള്ള ഭഗവാന്റെ അതിമനോഹരമായിട്ടുള്ള കുറി, അതാണ് ദർശനീയ തിലക. ദർശനീയം തിലകം യസ്യ സഹ ദർശനീയ തിലക. മറ്റൊരർത്ഥത്തിൽ ദർശനീയാനാം തിലക, ആ ഒരു അർത്ഥവും എന്ന് വെച്ചാലോ ദർശനീയന്മാര് എന്ന് പറഞ്ഞാലോ കാണേണ്ടവർ, ഏറ്റവും നല്ല സുന്ദരന്മാര്, അവരിൽ വെച്ച് തിലകൻ ആണ് ഭഗവാൻ, അല്ലേ? തിലകൻ എന്ന് പറഞ്ഞാൽ അവിടെ ശ്രേഷ്ഠൻ എന്നർത്ഥം. തിലകം എന്നുള്ളത് നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് ചാർത്തുന്നതാണ്. നമ്മുടെ മുഖത്ത്, അതും നെറ്റിയിൽ, അല്ലേ? ഏറ്റവും ഉയർന്ന സ്ഥാനത്താണ് തിലകം ചാർത്തുന്നത്. അപ്പൊ തിലകത്തിന് ആ ഒരു ഉയർന്ന പദവിയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മനുഷ്യരുടെ ഇടയിൽ, കാണാൻ യോഗ്യരായിട്ടുള്ള ആളുകളുടെ ഇടയിൽ, സുന്ദരന്മാരുടെ ഇടയിൽ തിലകൻ. അതാണ് ദർശനീയാനാം മധ്യേ തിലക, ദർശനീയേഷു തിലക എന്ന് വിഗ്രഹിക്കാം. അപ്പൊ രണ്ടർത്ഥത്തിലും ഭഗവാൻ യോഗ്യനാണ്. നല്ല സുന്ദരമായ പൊട്ടുധരിച്ചവൻ, കാണേണ്ടതായിട്ടുള്ള പൊട്ടുധരിച്ചവൻ, കാണേണ്ട സുന്ദരന്മാരിൽ വെച്ച് ശ്രേഷ്ഠൻ. സൗന്ദര്യോത്തരതോപി സുന്ദരതരം ത്വദ്രൂപം. അങ്ങനെ അതിമനോഹരനായിരിക്കുന്ന ആ ഭഗവാൻ വനമാലാ ദിവ്യഗന്ധ തുളസി മധുമത്തൈഹി അളികുലൈഹി. അളികുലങ്ങള് മധുമത്തരാണ്. മധുമത്തർ എന്നാൽ തേൻ കുടിച്ച് മത്തരാണ്. എവിടുന്നാ തേൻ കുടിക്കുന്നത്? ഭഗവാന്റെ വനമാലയിലെ ദിവ്യഗന്ധ തുളസിയിൽ നിന്ന്. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ തുളസികളല്ല, പലതരത്തിലുള്ള തുളസികളുണ്ട്. പല പേരിലുള്ള തുളസികളുണ്ട്. വൃന്ദാവന തുളസി എന്നുള്ളത് വലിയ തുളസികളാണ്, അതിന് പ്രത്യേക സുഗന്ധമാണ്. ഇപ്പം ഞാൻ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ അഷ്ടതുളസി എന്നുള്ളൊരു സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഏതാനും ഡ്രോപ്സ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഒരു സുഗന്ധവും വളരെ ഒരു ഇമ്മ്യൂണിറ്റി തരുന്നതുമാണ്. നമുക്കെന്തായാലും മണപ്പിച്ച് കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ ചിലർ നമുക്ക് സമ്മാനമായി കൊണ്ടുതരുന്നതാണ്. ഈ മോഡി കെയർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതിലൊക്കെ ഉള്ളതാണ്. ഡ്രോപ്സ്, ഒരു 5-6 ഡ്രോപ്സ് കുറച്ച് വെള്ളത്തിൽ ഒറ്റിച്ചാൽ നല്ല സുഗന്ധവുമുണ്ട്, ഒരു രുചിയുണ്ട്, അതിന് ഇമ്മ്യൂണിറ്റി പവറുണ്ട്. അഷ്ടതുളസി അതാണ് കുടിക്കുന്നത്. അപ്പൊ തുളസിക്ക് ഗന്ധമുണ്ട്, തുളസിക്ക് തേനുമുള്ള തുളസിയും ഉണ്ട് എന്നാണ്
ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് ഈ വർണ്ണനകളിൽ നിന്ന് മനസ്സിലാവുന്നത്. വൃന്ദാവനത്തിലെ തുളസി കണ്ടിട്ടുണ്ട്. അത് വലിയ വലിയ ഇലകളോട് കൂടിയ വലിയ കുറച്ച് ഉയരത്തിൽ വളരുന്നതായിട്ടുള്ള ഒരു കുറ്റിച്ചെടിയൊന്നും തീരതല്ല, ഒരു 8 അടി 10 അടി ആ ഉയരത്തിലൊക്കെ വരുന്നതായിട്ടുള്ള ഒരു വൃക്ഷം എന്ന് പറയാനും പറ്റില്ല, ആ രീതിയിലുള്ളതായിട്ടുള്ള സസ്യങ്ങളാണ്. അപ്പോൾ വളരെ സുഗന്ധമുള്ളതായിട്ടുള്ള ഇതാണ് അവിടുത്തെ തുളസി. അപ്പോൾ ഇവിടെ ഭഗവാന്റെ വനമാല ദിവ്യഗന്ധ തുളസി മധുമത്തൈഹി, ഭഗവാന്റെ വനമാലയിലെ ദിവ്യ ഗന്ധമുള്ളതായിട്ടുള്ള തുളസിയിലെ മധു കൊണ്ട് മത്തരായിട്ടുള്ളവരാണ് ആര്? ഈ അളികുലങ്ങൾ, വണ്ടിന്റെ കൂട്ടങ്ങൾ. അപ്പൊ ഭഗവാന്റെ മാറിലെ വനമാലയിലെ തുളസിയിലെ തേൻ കുടിച്ച് മത്തരായിട്ട് അവർ മൂളുന്നുണ്ട്. ശ്രുതി അല്ലെ, ഭഗവാന്റെ ഗാനത്തിന് അവർ ശ്രുതി കൊടുക്കുന്നുണ്ട്. അത് ഇത്തിരി ഉച്ചത്തിലുള്ള ശ്രുതിയാണ് അവരുടെ ഭ്രമര ശബ്ദം. അപ്പോ അങ്ങനെയുള്ള അവരുടെ അലഘുഗീതം, അവരും ലഘുവായിട്ടുള്ള ഗീതമല്ല, നല്ല അലഘുവായ ഗീതമാണ്. അതിനനുസരിച്ച് ഭഗവാനും അഭീഷ്ടം ആദ്രിയൻ, അവരെയും സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് ആദരിക്കാനായിക്കൊണ്ട് എപ്പോഴാണോ സന്ധിത വേണുവായത്, യർഹി സന്ധിത വേണുഹു, ഭഗവാൻ തന്റെ വേണുവെടുത്ത് തന്റെ ചുണ്ടോട് എപ്പോ ചേർത്ത് വെച്ചുവോ അപ്പൊ എന്തുണ്ടായി? തർഹി സരസി സാരസഹംസ വിഹംഗാഃ ചാരുഗീതഹൃത ചേതസ ഏത്യ ഹരിമുപാസത തേ യദചിത്താഃ ഹന്തമീലിത ദൃശോ ധൃതമൗനാഃ. സരസി സാരസഹംസ വിഹംഗാഃ ചാരുഗീതഹൃത ചേതസ ഏത്യ ഹരിമുപാസത തേ യദചിത്താഃ ഹന്തമീലിത ദൃശോ ധൃതമൗനാഃ. എവിടെ കിട്ടുമെന്നാണ് ചോദ്യമെങ്കിൽ ഈ അഷ്ടതുളസി എന്നുള്ളത് മോഡി കെയർ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന എല്ലാ ഷോപ്പുകളിലും അല്ല അത് കിട്ടുക. അതിന് പ്രത്യേകമായിട്ടുള്ള ചില ഏജൻസി ഫ്രാഞ്ചൈസി കൗണ്ടറുകളാണ്. സ്പെഷ്യലൈസ്ഡ് തിരുവനന്തപുരത്തൊക്കെ കാണും. മോഡി കെയറിൻ്റെ ഉൽപ്പന്നങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഏജൻസികൾ. ഞാൻ അവരുടെ പരസ്യം പറയുകയല്ല, ചോദിച്ചതുകൊണ്ട് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി മോഡിയായിട്ട് ഇതിന് യാതൊരു ബന്ധവും ഇല്ല. മോഡി കെയർ എന്നുള്ളത് ഒരു ഗ്രൂപ്പിന്റെ ഉൽപ്പന്നങ്ങളാണ്. അപ്പൊ സരസി സാരസഹംസ വിഹംഗാഃ, സരസി എന്ന് പറയുമ്പോൾ സരസിൽ അവിടെയുള്ള ജലാശയങ്ങളിൽ ഉള്ളതായിട്ടുള്ള പക്ഷികൾ, വിഹംഗാഃ എന്ന് പറയുമ്പോൾ പക്ഷികളാണ്. അവര് സാരസം ഹംസം മുതലായിട്ടുള്ളവ. സാരസം എന്നാൽ കുളക്കോഴി, ഹംസം എന്നാൽ അരയന്നം. അപ്പൊ കുളക്കോഴി, അരയന്നം മുതലായ ജലാശയങ്ങളിൽ ജീവിക്കുന്നതായിട്ടുള്ള പക്ഷികൾ. സാരസ ഹംസ വിഹംഗാഃ ചാരുഗീത ഹൃതചേതസഃ, അവരുടെ ചേതസ് ഹൃദം ഹരിക്കപ്പെട്ടതായി, അവരുടെ ഹൃദയം കവർന്നെടുക്കപ്പെട്ടു. എങ്ങനെ? ചാരുഗീതത്താൽ, ഭഗവാന്റെ അതിമനോഹരമായ ഈ പുല്ലാങ്കുഴൽ കൊണ്ട്, ഗാനം കൊണ്ട് ഈ പക്ഷികളുടെ പോലും ഹൃദയം ഹരിക്കപ്പെട്ടു. അങ്ങനെ അവരും തേച്ച ചാരുഗീത ഹൃദ ചേതസഃ എന്ത് ചെയ്യുന്നു? ഏത്യ, അവിടെ സമീപത്തേക്ക് വന്നിട്ട്, ഏത്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട്, വന്നിട്ട്, സമീപം വന്നിട്ട്, യഥചിത്താഃ ധൃതമൗനാഃ നീലിതദൃശഃ ഹരിം ഉപാസതേ, ഹരിയെ ഉപാസിക്കുന്നു. എല്ലാവരും ഭഗവാനെ ഉപാസിക്കുകയാണ്. ഹന്ത, ആശ്ചര്യം, പക്ഷികൾ പോലും ഭഗവാനെ ധ്യാനിക്കുന്നു. എങ്ങനെയായിട്ട്? യഥചിത്താഃ,
അവരുടെ ചിത്തത്തെ യമിച്ചിട്ട് അടക്കിയിട്ട്. അപ്പോ യമനിയമാദികളൊക്കെ പാലിക്കുന്ന യോഗികളെ പോലെ നല്ല ഇന്ദ്രിയ നിയന്ത്രണമുള്ളവരായിട്ട്, മനോനിയന്ത്രണമുള്ളവരായിട്ട്. സാധാരണ പക്ഷികൾ എങ്ങനെയാണ് കലപില 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 ശബ്ദിച്ചുകൊണ്ട് അവരുടെ ഇര തേടുന്ന കാര്യത്തിൽ വ്യാപൃതരായിരിക്കും. എന്നാൽ ഇവിടെ ഈ ഭഗവാന്റെ വേണുഗാനം കേൾക്കുന്നതോടുകൂടി ഈ പക്ഷികള്, സാരസങ്ങളും ഹംസങ്ങളുമെല്ലാം ഭഗവാന്റെ സമീപത്തേക്ക് വന്ന് അവരുടെ ഹൃദയം നല്ലതുപോലെ അടങ്ങിയവരായിട്ട്, മനസ്സടങ്ങിയവരായി, യഥചിത്താഹ ധൃതമൗനാഹ, മൗനം ധരിച്ചവരായിട്ട്, മുനികളെ പോലെ അല്ലെ. യഥചിത്തന്മാരെന്നാൽ യോഗികളെ പോലെ, ധൃതമൗനാഹ എന്ന് പറഞ്ഞാൽ മൗനികളെ പോലെ, മുനിമാരെ പോലെ അന്തർമുഖരായിക്കൊണ്ട്, മീലിത ദൃശ, കണ്ണടച്ചവരായിട്ട്. അവരും കണ്ണടച്ച് ആ ഭഗവാന്റെ ഗാനം കേൾക്കുന്നതിലൂടെ അവർ ചെവിയിലൂടെ ഭഗവാനെ ഉള്ളിലേക്ക് ആവഹിക്കുന്നു. എന്താണ് മീലിത ദൃശ ഹരിമുപാസതേ ഹന്ത, ആ ഹരിയെ ഉപാസിക്കുന്നു. ആശ്ചര്യം. ഹരിമുപാസതേ യദചിത്ത ഹന്തമീലിത ദൃശോ ധൃതമൗനാ. അപ്പോ സരസിലുള്ളതായിട്ടുള്ള പക്ഷിവർഗങ്ങളെല്ലാം അവരുടെ വ്യാപാരങ്ങളെല്ലാം വിട്ട് അവർ പോലും ഏകാഗ്രചിത്തരായി കണ്ണുകളടച്ച് മൗനം അവലംബിച്ച് ഭഗവാനെ ഉള്ളിൽ ധ്യാനിക്കുന്നവരായി ഭവിക്കുന്നു. പരമഹംസന്മാരെ പോലെ ഈ ഹംസങ്ങളും അല്ലേ. അപ്പോൾ ജലാശയത്തിലെ ഹംസങ്ങളാണ്, അരയന്നങ്ങളാണ്. പക്ഷെ അവരിപ്പോൾ ആരെ പോലെയായി? പരമഹംസന്മാരായിട്ടുള്ള യോഗികളെ പോലെ ഭഗവാനെ ധ്യാനിക്കുന്നു എന്നാ പറയുന്നത്. അപ്പോൾ എന്താ പറയുക, യാതൊരു വിവേകവുമില്ലാത്ത ചപലങ്ങളായിട്ടുള്ള പക്ഷിവൃന്ദങ്ങൾ പോലും ഇങ്ങനെ ഭഗവാനെ ധ്യാനിക്കുന്ന, ഭഗവാനിൽ മുഴുകിയിരിക്കുന്ന ഈ രംഗം കാണുമ്പോൾ, ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ നമ്മൾക്ക് ലജ്ജ തോന്നണ്ടേ അല്ലേ? എന്നിട്ട് നമ്മളും ഭഗവാൻ അഭിമുഖമായി ഭഗവാനെ ധ്യാനിക്കാൻ അഭ്യസിക്കേണ്ടേ? കണ്ണടച്ച് ഭഗവാനെ ഉള്ളിൽ കാണാനായിക്കൊണ്ട് നമുക്കും ശ്രമിക്കേണ്ടേ? ഭഗവാന്റെ വേണുഗാനം നമ്മൾ കണ്ണടച്ച് കാതിലൂടെ കേൾക്കാനായിക്കൊണ്ട് ശ്രമിക്കേണ്ടേ? അതാണ് നമുക്കും നൽകുന്നതായിട്ടുള്ള ആ ഒരു പാഠം. ദർശനീയ തിലകോ വനമാലാ ദിവ്യഗന്ധ തുളസീ മധുമത്തൈ അളികുലൈർ അലഗുഗീതമഭീഷ്ടം ആദ്രിയം യർഹി സന്ദിതവേണു സരസി സാരസഹംസ വിഹംഗാഃ ചാരുഗീതഹൃദചേതസയേത്യ ഹരിമുപാസതേ യദചിത്താ ഹന്തമീലിതദൃശോ ധൃതമൗനാഃ സഹബല സ്രഗവദംസ വിലാസഃ സാനുഷുക്ഷിതി മൃദോ വ്രജദേവ്യഃ ഹർഷയം യർഹി വേണുരവേണ ജാതഹർഷ ഉപരംഭതി വിശ്വം മഹദതിക്രമണ സംഗീതചേതാ മന്ദമന്ദമനുഗർജതി മേഘഃ സുഹൃദമഭ്യവർഷത്സു മനോഭിഃ ഛായയാ ച വിദദത് പ്രതപത്രം സഹബലസ്രഗവദംസ വിലാസഃ സാനുഷുക്ഷിതി മൃദോ വ്രജദേവ്യഃ ഹർഷയം യർഹി വേണുരവേണ ജാതഹർഷ ഉപരംഭതി വിശ്വം മഹദതിക്രമണ ശങ്കിതചേതാ മന്ദമന്ദമനുഗർജതി മേഘഃ സുഹൃദമഭ്യവർഷത്സു മനോഭിഃ ഛായയാ ച വിദദത് പ്രതപത്രം. സഹബലഃ സ്രഗവദംസ വിലാസഃ സാനുഷുക്ഷിതിമൃദോ വ്രജദേവ്യഃ ഹർഷയൻ യർഹി വേണുരവേണ ജാതഹർഷ ഉപരംഭതി വിശ്വം. യർഹി എന്നിവിടെയും പ്രയോഗമുണ്ട്. യർഹി എപ്പോഴാണോ. അപ്പൊ അടുത്ത ശ്ലോകം തർഹി എന്ന് ചേർത്ത് വായിക്കണം.
അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും. എപ്പോഴാണോ ഭഗവാൻ ഇങ്ങനെ ചെയ്തത്, വേണുരവം കൊണ്ട് ഭഗവാൻ ലോകത്തെ തന്നെ നിറയ്ക്കുന്നത്, എർഹി വേണുരവേണ വിശ്വം ഹർഷയൻ ഉപരംഭതി. തന്റെ വേണുരവം കൊണ്ട് വിശ്വത്തെ മുഴുവൻ, ലോകത്തെ മുഴുവൻ ഹർഷയൻ സന്തോഷിപ്പിക്കുന്നവനായി വേണുശബ്ദം കൊണ്ട്, വേണുരവം കൊണ്ട് ഉപരംഭതി നല്ലതുപോലെ നിറയ്ക്കുന്നത്, മുഖരിതമാക്കുന്നത്. തർഹി എന്താണ് സംഭവിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ. അപ്പൊ ഭഗവാൻ എങ്ങനെയാണ് ആ വേണുഗാനം ചെയ്യുന്നത് എന്നുള്ളതിന് കുറച്ചുകൂടി ഡീറ്റെയിൽസ് തരികയാണ് മറ്റൊരു ഗോപി. ഹേ വ്രജദേവ്യ എന്ന് സംബോധനയാണ്. തന്റെ കൂട്ടുകാരികളെ വിളിക്കണം, അല്ലയോ വ്രജദേവികളെ എന്ന് ഒരു ഗോപി വിളിക്കണം. വ്രജദേവ്യ ഭഗവാൻ സഹബലഹ ബലരാമനോട് കൂടിയവനായിട്ട്, സ്രഗവത് അംസവിലാസ ഭഗവാന്റെ അവതംസം എന്ന് പറയുമ്പോൾ തോളിലോട്ട് ചാഞ്ഞു കിടക്കുന്നതായിട്ടുള്ള, തലയിൽ നിന്നുള്ളതായിട്ടുള്ള പൂക്കൾ അല്ലെങ്കിൽ ചെവിയിൽ നിന്നുള്ളതായിട്ടുള്ള പൂങ്കുലകൾ. അംസം എന്നുള്ളതാണ് തോളിനെ താഴെയാക്കുന്നതാണ് അവതംസം. ശിരസ്സിന് അവതംസം എന്ന് പറയുന്നുണ്ട്. അവതംസ വിലാസ എന്ന് പറയുമ്പോൾ ശിരസിന്റെ വിലാസം എന്നും അർത്ഥമാക്കാം. സ്രഗവത് എന്ന് പറയുമ്പോൾ സ്രക്ക് പൂക്കളാണ്, പൂമാലകളാണ്. പൂമാലകളോടുകൂടിയതായിട്ടുള്ള ഭഗവാന്റെ ശിരസിൻ്റെതായിട്ടുള്ള വിലാസം. അപ്പോൾ ഭഗവാൻ കാതിലൊക്കെ പൂക്കൾ ലോലാക്ക് പോലെയൊക്കെ തൂക്കിയിട്ടുണ്ട്, അത് തോളിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ട്. അതാണ് സ്രഗവത് അംസ വിലാസ. കർണികാര പൂക്കളൊക്കെ പറിച്ച് ശിരസിലും ചെവിയിലുമൊക്കെ ആയിട്ട് ചൂടിയിട്ടുണ്ട്. അത് തോളിന്റെ മുകളിൽ കിടന്ന് ലോലാക്ക് പോലെ വിലസിക്കുന്നുണ്ട്. അതാണ് സ്രഗവത് അംസ വിലാസ. അപ്പൊ ബലരാമനോടുകൂടി ഇങ്ങനെ പൂമാലകളും മറ്റും കൊണ്ട് ആ തോളിന്റെ മുകളിൽ അതിങ്ങനെ വിലസിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ ക്ഷിതിഭൃത സാനുഷു. ക്ഷിതിഭൃത്ത് എന്ന് പറഞ്ഞാല് ഭൂമിയെ ധരിക്കുന്നത് പർവ്വതങ്ങളാണ്. അപ്പൊ ക്ഷിതിഭൃത്ത്, ഭൂഭൃത്ത് അല്ലെ, ഭൂധരം, ക്ഷിതിധരം, കുദ്രം, ഗോദ്രം, ഇതൊക്കെ പർവ്വതങ്ങളുടെ പര്യായ ശബ്ദങ്ങളാണ്. ഭൂമിയെ നിലനിർത്തുന്നത് പർവ്വതങ്ങളാണ്. നമ്മുടെ ഭൂമിയിൽ പർവ്വതങ്ങളൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ എന്നോ ഈ ഭൂമി കടലിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവും. കാരണം മൊത്തത്തിലുള്ള എന്താ പറയുക, ജലാശയങ്ങളും അതിലുള്ള വെള്ളത്തിന്റെയും അളവിനനുസരിച്ചിട്ടുള്ള ഭൂമി ഇല്ല അവിടെ. ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണ്. അപ്പൊ പർവ്വതങ്ങൾ ഈ ഭൂമിയെ വെള്ളത്തിലേക്ക് അലിഞ്ഞു ചേരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നത് കൊണ്ടാണ് പർവ്വതങ്ങൾക്ക് ഭൂതരം, ഗോതരം, ക്ഷിതിധരം, ഗോദ്രം, കുദ്രം ഇങ്ങനെ പല പേരുകൾ ഭൂമിയുടെ പര്യായ ശബ്ദങ്ങളോടൊക്കെ ധരിക്കുന്നത് എന്ന് അർത്ഥം ചേർത്താൽ പർവ്വതമായി. അപ്പൊ ക്ഷിതിഭൃത്ത്, ക്ഷിതിയെ ഭരിക്കുന്നത്, ക്ഷിതിയെ ധരിക്കുന്നത് ആരാണ്? പർവ്വതം, ഗോവർദ്ധനം. അപ്പൊ ക്ഷിതിഭൃത സാനുഷു എന്ന് പറഞ്ഞാലോ പർവ്വതത്തിന്റെ താഴ്വാരങ്ങളിൽ. ആ പർവ്വത താഴ്വാരങ്ങളിൽ ക്ഷിതിഭൃത സാനുഷു തടങ്ങളിൽ ജാതഹർഷ ഭഗവാൻ സന്തോഷത്തോടു കൂടിയവനായിട്ട്, ഹർഷത്തോടു കൂടിയവനായിട്ട്, വിശ്വം ഹർഷയൻ തന്റെ ഉള്ളിലുള്ള ആനന്ദത്തെ വിശ്വത്തിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ലോകത്തെയും ആനന്ദിപ്പിച്ചുകൊണ്ട്, യർഹി വേണുരവേണ ഉപരംഭതി എപ്പോഴാണോ തന്റെ വേണുനാദം കൊണ്ട് ഈ ലോകത്തിൽ പൂരിതമാക്കുന്നത്, നിറയ്ക്കുന്നത്, ശബ്ദവീചികളെ കൊണ്ട് ആകാശം മുഴുവൻ മുഖരിതമാക്കുന്നത്, തർഹി എന്നർത്ഥം. അപ്പോൾ മഹദതിക്രമണ ശങ്കിത ചേത മന്ദമന്ദമനുഗർജതി മേഘ സുഹൃതം അഭ്യവർഷത് സുമനോഭിഹി ഛായയാച വിദദത് പ്രതപത്രം. മേഘത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്, മേഘത്തിനുണ്ടാകുന്ന ഒരു പ്രവൃത്തി. ഭഗവാന്റെ വേണുഗാനം എല്ലായിടത്തും നിറഞ്ഞപ്പോൾ ആ മേഘവും അത് ആസ്വദിക്കുന്നു. ആ മേഘം എന്ത് ചെയ്യുന്നു? ഭഗവാന് താളം പിടിക്കുകയാണ്. അല്ലേ, ഒരു ഗാനം ഉണ്ടാകുമ്പോൾ ഒപ്പം താളം വേണ്ടേ? അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ. അതാണ് മേഘ മന്ദമന്ദം അനുഗർജതി.
മന്ദമന്ദമായിട്ടേ ഗർജിക്കുന്നുള്ളൂ. എന്നുവെച്ചാൽ എന്തുകൊണ്ട്? മഹദ് അതിക്രമണ ശങ്കിത ചേത. ഭഗവാൻ പാടുമ്പോൾ ആ പാട്ടിനാണ് ഇവിടെ പ്രാധാന്യം. ആ പാട്ട് എല്ലാവരും ആസ്വദിക്കണം. തൻ്റെ നാദം കൊണ്ട്, മേഘനാദം കൊണ്ട് ആ പാട്ട് മറയ്ക്കപ്പെടാൻ പാടുള്ളതല്ല. അപ്പൊ ഭഗവാന്റെ വേണുഗാനത്തെ അതിക്രമിച്ച് തൻ്റെ ശബ്ദം മുഴങ്ങാൻ പാടുള്ളതല്ല. ഒരു എന്താ പറയുക, സംഗീത കച്ചേരി നടക്കുമ്പോൾ പാട്ടുകാർ പാടുമ്പോൾ അതിൽ വായ്പാട്ടിനാണ് മുഖ്യത്വം. ആ മുഖ്യമായിട്ട് പാടുന്ന പാട്ടുകാരന് അനുസരിച്ച് വേണം ബാക്കിയുള്ള പക്കവാദ്യങ്ങളൊക്കെ വായിക്കാൻ. അല്ലാതെ ഓരോ പക്കവാദ്യക്കാരനും തന്റെ കഴിവ് പ്രദർശിപ്പിക്കാനായി കൊണ്ട് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ആ കച്ചേരി മോശമായി പോവും. അതിലെ സംഗീതം ആസ്വദിക്കാൻ പറ്റില്ല. ആ വായ്പാട്ടിലൂടെ വരുന്ന സാഹിത്യം ആർക്കും കേൾക്കില്ല, കുറെ ശബ്ദം മാത്രം അല്ലേ. പല കച്ചേരികളും അല്ലെങ്കിൽ പല ഇന്നത്തെ ഗാനമേളകളും എല്ലാം അങ്ങനെയാണ്. എന്താണ് പാടുന്നതെന്ന് വ്യക്തമാവുകയേ ഇല്ല, കുറെ ബഹളങ്ങൾ. അങ്ങനെ ആവരുത്. സാഹിത്യത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ സാഹിത്യം കേൾക്കണം, അത് കേട്ട് ആസ്വദിക്കണം. ഒപ്പം അതിനൊരു ശ്രുതിയും അതിനൊരു സംഗീതവും കൊടുക്കണം. അപ്പൊ ഇവിടെ മേഘം വിചാരിക്കുന്നത് എന്താണ്? മഹാനാണ് ഭഗവാൻ, തന്റെയൊക്കെ യജമാനനാണ്, തന്റെ ബന്ധുവാണ്, തന്റെ നിറം തന്നെയാണ് ഭഗവാനും സ്വീകരിച്ചിരിക്കുന്നത്. തന്നെ ബഹുമാനിച്ചുകൊണ്ടാണ് ഭഗവാൻ മേഘശ്യാമനായിരിക്കുന്നത്. അപ്പൊ മേഘങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൊരു വലിയ അംഗീകാരമാണ് ഭഗവാന്റെ വർണ്ണം. സ്വന്തം ആള് എന്നുള്ള ഭാവത്തിലാണ് ഭഗവാൻ ഇവരെ സ്വന്തമാക്കിയതുകൊണ്ട് അവർക്കും ആ ഒരു ഭാവം. അപ്പൊ ഭഗവാന്റെ ഗാനത്തെ അതിക്രമിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ട് മന്ദമന്ദമായിട്ട് മേഘങ്ങൾ നാദമുണ്ടാക്കുന്നു. ചെറിയൊരു മൃദംഗം അല്ലെ ഒപ്പം വായിക്കുന്നത് പോലെ. അതാണ് മന്ദമന്ദം അനുഗർജതി മേഘ മഹദതിക്രമണ ശങ്കിത ചേത. മഹാനായ ഭഗവാനെ അതിക്രമിക്കുന്ന കാര്യത്തിൽ ശങ്കിതം എന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന, ശങ്കിക്കുന്ന ചേതസ്സോട് കൂടിയിട്ട്. മാത്രമല്ല പക്കവാദ്യം വായിക്കുക മാത്രമല്ല ചെയ്യുന്നത്, സുഹൃതം അഭ്യവർഷത്സു മനോഭിഹി. അവരുടെ സുഹൃത്താണ്, അവരുടെ ബന്ധുവാണ് അല്ലെ, മേഘശ്യാമനാണ് ഭഗവാൻ. അപ്പൊ ആ സുഹൃത്തായ ഭഗവാനെ സുമനോഭിഹി അഭ്യവർഷത്, സുമനസ്സുകളെ കൊണ്ട്, സുമനസ്സുകൾ എന്നാൽ പുഷ്പങ്ങളെ കൊണ്ട് വർഷിക്കുകയും ചെയ്തു. അപ്പൊ മേഘങ്ങള് കാറ്റുകൊണ്ട് അടുത്തുള്ള പുഷ്പങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഭഗവാനിൽ വർഷിച്ചു എന്നെടുക്കാം. അതല്ലെങ്കിൽ ആ മേഘങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ തുള്ളികൾ ഭഗവാനെ തണുപ്പിക്കാനായിക്കൊണ്ട് പനിനീർ വീശും പോലെ ഭഗവാന് ആ മേഘങ്ങളിൽ നിന്ന് അല്പമല്പം തുള്ളികളെ പെയ്യുന്നതും ഇവിടെ സുമനസ്സുകളുടെ വർഷമായിട്ട് എടുക്കാം. അവരുടെ കയ്യിലുള്ള പൂക്കൾ വെള്ളത്തുള്ളികളാണ്. അധികം വലിയ മഴയായിട്ട് പെയ്യുകയല്ല. ഭഗവാന് വെയിലിന്റെ ചൂട് ആറാനായിക്കൊണ്ട് ഒരു എയർ കണ്ടീഷനിങ് പോലെ ചെറുതായിട്ട് അവര് വെള്ളത്തുള്ളികളെ ഭഗവാന്റെ നേരെ മോചിപ്പിച്ചു. സുഹൃതം അഭ്യവർഷ സുമനോഭി. മാത്രമല്ല ഛായയാച വിദതത് പ്രതപത്രം. ആ മേഘങ്ങൾ അവരുടെ ഛായ കൊണ്ട്, എന്നുവെച്ചാൽ ഭഗവാൻ എവിടെയാണോ നിൽക്കുന്നത് അതിന്റെ മുകളിൽ വന്ന് നിന്നുകൊണ്ട് വ്യാപിച്ച് ഭഗവാന് പ്രതപത്രം വിദതത്. പ്രതപത്രം എന്ന് പറഞ്ഞാൽ ആതപത്രം, ഛത്രം എന്നൊക്കെ പറയുന്നത് തന്നെയാണ് പ്രതപത്രം. ഛത്രം കുടയാണ്, ആതപത്രം കുടയാണ്, പ്രതപത്രം കുടയാണ്. പ്രതപാത് ത്രായതേ ഇതി പ്രതപത്രം, ആതപാത് ത്രായതേ ഇതി ആതപത്രം, ഛായയാ ത്രായതേ ഇതി ഛത്രം. ഇങ്ങനെ നിഴൽ നൽകി വെയിലിൽ നിന്ന്, ചൂടിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് കൊണ്ടാണ് ഈ പേരുകളൊക്കെ. അപ്പൊ പ്രതപത്രം എന്ന് പറഞ്ഞാൽ കുട. കുടയെ ധരിച്ചു വിതതത്. ഭഗവാന് കുട പിടിച്ചു ഛായ കൊണ്ട്, നിഴലുകൊണ്ട്. ഇപ്പൊ മേഘങ്ങള് ഭഗവാന്റെ നേരെ മുകളിൽ വന്ന് വ്യാപിച്ച് ഭഗവാന് വെയിൽ കൊള്ളാതിരിക്കാനായിക്കൊണ്ട് കുട പിടിച്ചു നിൽക്കുന്ന പോലെ നിൽക്കുന്നു. പനിനീർ വീശും പോലെ ഇടയ്ക്ക് ഇങ്ങനെ തുള്ളികൾ ഭഗവാനെ തണുപ്പിക്കുന്നു. ഒപ്പം മൃദംഗം കൊട്ടും പോലെ ചെറിയ മന്ദമായിട്ടുള്ള മുഴക്കം, മേഘനാദം, ഇടിപ്പെട്ട് ഇതൊക്കെ കൊണ്ട് ഭഗവാനെ സൽക്കരിക്കുന്നു. ആ ജഡമായ മേഘം പോലും, മാലോകരെ നിങ്ങൾ കാണുന്നില്ലേ, കേൾക്കുന്നില്ലേ? ആ ജഡമായിട്ടുള്ള മേഘം പോലും ഭഗവാനെ ഇങ്ങനെ പൂജിക്കുമ്പോൾ നിങ്ങൾക്ക് കയ്യും കാലും അല്ലേ, ഇന്ദ്രിയങ്ങൾ എല്ലാം തന്നിട്ടുണ്ട്, ചലിക്കാനുള്ള ശേഷിയുണ്ട്.
വായിൽ നാവുണ്ട്, ഭഗവാന്റെ നാമങ്ങൾ കീർത്തിച്ചൂടെ, ഭഗവാന് വേണ്ടി പൂജ ചെയ്തൂടെ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സഹബലസ്രഗവദം സവിലാസഃ സാനുഷുക്ഷിതി മൃദോ വ്രജദേവ്യഃ ഹർഷജന്യർഹി വേണുരവേണ ജാതഹർഷ ഉപരംഭതി വിശ്വം മഹദതിക്രമണ ശങ്കിതചേതാ മന്ദമന്ദമനുഗർജതി മേഘഃ സുഹൃദമഭ്യവർഷത്സു മനോഭിഃ ഛായയാ ച വിദധത് പ്രതപത്രം വിവിധ ഗോപചരണേഷു വിദഗ്ധോ വേണുവാദ്യ ഉരുധാ നിജ ശിക്ഷാഃ തവ സുതഃ സതി യദാധരബിംബേ ദത്തവേണുരനയത് സ്വരജാതീഃ സവനശ തദുപധാര്യ സുരേശാഃ ശക്രശർവ പരമേഷ്ടി പുരോഗാഃ കവയ ആനത കന്ധരചിത്താഃ കശ്മലം യയുരനിശ്ചിതതത്വാഃ വിവിധ ഗോപചരണേഷു വിദഗ്ധോ വേണുവാദ്യ ഉരുധാ നിജ ശിക്ഷാഃ തവ സുതഃ സതി യദാധരബിംബേ ദത്തവേണുരനയത് സ്വരജാതീഃ സവനശഃ തദുപധാര്യ സുരേശാഃ ശക്രശർവ പരമേഷ്ടി പുരോഗാഃ കവയ ആനത കന്ധരചിത്താഃ കശ്മലം യയുരനിശ്ചിതതത്വാഃ. അടുത്ത ഗോപി ഇവിടെ സംബോധന ചെയ്യുന്നത് യശോദയെയാണ്. സതീ എന്ന സംബോധന. ഹേ സതീ, അല്ലയോ പതിവ്രതയായിരിക്കുന്നവളെ, സദാചാരനിരതയായിരിക്കുന്നവളെ, ധർമ്മനിഷ്ഠയോടുകൂടിയവളെ എന്നൊക്കെ അർത്ഥമാണ് സതി. അല്ലയോ സതി എന്ന് യശോദയെ വിളിക്കുന്നതാണ്. എന്തുകൊണ്ട് അവിടെ യശോദയാണെന്ന് പറയുന്നത്? താവസുതഃ എന്ന് പറയുന്നത് നിന്റെ മകൻ. അപ്പൊ ആരുടെ മകനാണ്? യശോദയുടെ മകനാണ്. അപ്പൊ യശോദയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സതി എന്ന് വിളിച്ച് തവസുതഃ നിന്റെ പുത്രൻ എപ്പോഴാണോ യഥാ അധരബിംബേ ദത്തവേണുഹു അനയത് സ്വരജാതീഹി, എപ്പോഴാണോ എന്ന് യഥാ എന്ന ശബ്ദം. എപ്പോഴാണ് എന്ത് ചെയ്തത്? ഭഗവാൻ സ്വരജാതീഹി അനയത്. സ്വരജാതീഹി എന്ന് പറഞ്ഞാൽ സ്വരങ്ങളുടെ ജാതികൾ. സാരി ഗമ പാധാനി അല്ലെ, ഷഡ്ജം, ഋഷഭം, ഗാന്ധാരം, മധ്യമം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ സ്വരജാതികൾ, സപ്തസ്വര വൈവിധ്യങ്ങൾ. അതാണ് സ്വരജാതീഹി അനയത്. അനയത് നയിച്ചു എന്ന് വെച്ചാൽ പുറപ്പെടുവിച്ചു എന്നർത്ഥം. അപ്പോ എന്തൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഭഗവാൻ വേണുഗാനം ചെയ്തത് എന്ന് പറയണ. ഹേ സതി, അല്ലയോ പതിവ്രതയായ യശോദേ, വിവിധ ഗോപചരണേഷു വിദഗ്ധഃ തവ സുതഃ. വിവിധ ഗോപചരണേഷു വിദഗ്ധഃ, വിവിധങ്ങളായ ഗോപചരണങ്ങളിൽ വിദഗ്ധനാണ് തവ സുതഃ നിന്റെ മകൻ. ഇവിടെ ഗോപചരണങ്ങൾ എന്നാൽ ഗോപന്മാരുടെ പ്രവൃത്തികൾ. ഗോപാലൻ ആണല്ലോ ഭഗവാൻ, പശുക്കളെ മേയ്ക്കുന്നവനാണ്. ആ ഗോപന്മാർ എന്തൊക്കെ ചെയ്യുന്നുവോ ആ കാര്യങ്ങളിലൊക്കെ, അവർ ചരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വിദഗ്ധനാണ് ഭഗവാനും. ക്രീഡകളിലൊക്കെ വിദഗ്ധനാണ്. പശുക്കളെ മേയ്ക്കാൻ പോകുന്ന ഗോപന്മാര് പലതരത്തിലുള്ള ക്രീഡകൾ ചെയ്യും, അതിലുമൊക്കെ വിദഗ്ധനാണ്. അങ്ങനെ ഗോപന്മാരുടെ സകലവിധ ചരണങ്ങൾ അഥവാ പ്രവൃത്തികളിലും വിദഗ്ധനായിട്ടുള്ള തവസുതഃ നിന്റെ പുത്രൻ അധരബിംബേ ദത്തവേണുഹു, സ്വന്തം അധരബിംബത്തിൽ, ബിംബാധരത്തിൽ, എന്താ പറയുക, തൊണ്ടിപ്പഴം പോലെയുള്ള ചുണ്ടിൽ എന്നർത്ഥം. എന്ത് ചെയ്തു? ദത്തവേണുഹു, വേണുവിനെ വെക്കപ്പെട്ടു. ദത്തമായ വേണു, വേണുവിനെ വെച്ചവനായിട്ട് വേണുവാദ്യേ, ആ വേണുവാകുന്ന വാദ്യത്തിൽ ഉരുതാ നിജശിക്ഷാഹ സ്വരജാതീഹി അനയത്. ഉരുതാ എന്ന് പറഞ്ഞാൽ ബഹുതാ, പല പ്രകാരത്തില് ഭഗവാൻ എന്ത് ചെയ്യണു? നിജ ശിക്ഷാഹ സ്വരജാതീഹി. നിജശിക്ഷാഹ എന്ന് പറഞ്ഞാല് ഭഗവാന് ശിക്ഷിക്കാൻ അഥവാ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഈ വേണുഗാനം ഭഗവാനെ ആരെങ്കിലും പഠിപ്പിച്ചതാണോ?
സ്വയം ശിക്ഷിച്ചതാണ്, സ്വയം അഭ്യസിച്ചതാണ്. അപ്പൊ കാലം കൊണ്ട് ഭഗവാൻ തന്നെ അഭ്യസിച്ച് വളർത്തിയതാണ് ആ വേണുഗാനം. അല്ലെങ്കിൽ സർവജ്ഞനായിട്ടുള്ള ഭഗവാനിൽ നിന്നാണ് സകല കലകളും ഉണ്ടായിട്ടുള്ളത്, സകല വിദ്യകളും ഉണ്ടായിട്ടുള്ളത്. എല്ലാറ്റിൻ്റെയും ഉറവിടമാണ് ഭഗവാൻ. അതുകൊണ്ടും നിജശിക്ഷ. നിജശിക്ഷ എന്നുള്ളതിന് രണ്ടർത്ഥം. സ്വയം അഭ്യസിച്ചത്, മറ്റൊരർത്ഥത്തിൽ തന്നാലാണ് ഈ ലോകത്തിന് തന്നെ ശിക്ഷിക്കപ്പെട്ടത്. ഭഗവാനാലാണ് ഈ ലോകത്തിന് മുഴുവൻ സകല കലകളും ഉപദേശിക്കപ്പെട്ടത്. അപ്പൊ ആ അർത്ഥത്തിൽ നിജശിക്ഷാഹ സ്വരജാതീഹി, ഭഗവാന്റെ തന്നെ ശിക്ഷകളായിരിക്കുന്ന, അല്ലെ, ഭഗവാന്റെ തന്നെ ഉപദേശ രൂപത്തിലിരിക്കുന്ന വിദ്യകളായിരിക്കുന്ന സ്വരജാതികളെ, ഷഡ്ജാതി സ്വരജാതികളെ യഥാ അനയത്, എപ്പോഴാണോ പുറപ്പെടുവിച്ചത് അപ്പോൾ തത് എന്തുണ്ടായി, സവനസഹ തതുപധാര്യ സുരേഷാഹ ശക്രശർവ പരമേഷ്ടി പുരോഗാഃ കവയഃ ആനത കന്ധര ചിത്താഃ കശ്മലം യയുരനിശ്ചിത തത്വാഃ. സവനശഃ എന്ന് പറഞ്ഞാല്, സവനം എന്ന് പറഞ്ഞാൽ ക്രമം എന്നർത്ഥമുണ്ട്. അപ്പൊ ക്രമശഃ എന്നർത്ഥം. ക്രമശഃ എന്ന് പറഞ്ഞാലോ, ഭഗവാന്റെ ആരോഹണ അവരോഹണങ്ങളെല്ലാം ക്രമത്തിലാണ്. ഒന്നും അക്രമമായിട്ട് ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം അതിന്റെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ്. അപ്പൊ സംഗീതത്തിന്റെ ആ ഷഡ്ജാതി സ്വരങ്ങളെല്ലാം ഭഗവാൻ ആരോഹണ അവരോഹണ ക്രമത്തിലെ ക്രമശഃ, അതാണ് സവനശഃ. ആ ക്രമത്തിൽ തത് ഉപധാര്യ, ഈ ഭഗവാന്റെ വേണുഗാനത്തെ കേട്ടിട്ട് ശക്ര ശർവ പരമേഷ്ടി പുരോഗാഹ സുരേഷാഹ, ശക്രൻ ഇന്ദ്രൻ, ശർവൻ മഹാദേവൻ, പരമേഷ്ടി ബ്രഹ്മദേവൻ, പുരോഗാഹ ഇവർ മൂന്ന് പേരും മുമ്പിൽ ഗമിക്കുന്നവരായ സുരേഷാഹ മറ്റ് ദേവന്മാരും ദേവശ്രേഷ്ഠന്മാര്. അപ്പൊ അഗ്നി വായു വരുണൻ മുതലായിട്ടുള്ളവരോ ഏതൊക്കെ ദേവന്മാരുണ്ടോ അവരുടെയൊക്കെ മുമ്പിൽ നയിക്കുന്നവരാണ് ഈ ശക്രനും ശർവനും പരമേഷ്ടിയും. അപ്പോ ഇന്ദ്രൻ മഹാദേവൻ ബ്രഹ്മദേവൻ മുതലായവരെ മുമ്പിൽ നടത്തുന്നവരായ നായകന്മാരായ ദേവസമൂഹം ഇത് കേട്ടിട്ട് അവർ സ്വയം കവയഃ അപി, അവരും കവികളാണ്, നല്ല കവന സാമർഥ്യമുള്ളവർ, ഗാനം ചെയ്യാൻ സാമർഥ്യമുള്ളവരൊക്കെയാണ്, അവരും സകലകലാ വല്ലഭന്മാരാണ്. എന്നിട്ടും കവയഃ അപി, കവികളായിരുന്നിട്ടും ആനത കന്ദര ചിത്താഹ, ആനത കന്ദരന്മാരെ, കന്ദരം കഴുത്താണ്, ആനത കന്ദരം നല്ലതുപോലെ കുനിഞ്ഞ കഴുത്ത് എന്ന് പറഞ്ഞാൽ ശിരസ് നമിച്ചുകൊണ്ട്, ചിത്തവും ആനതമായിട്ട് മനസ്സുകൊണ്ടും നമസ്കരിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പൊ ശിരസാലും മനസ്സാലും ഭഗവാന്റെ ഈ ഗാനത്തെ ബഹുമാനിച്ചുകൊണ്ട്, കാരണം നമ്മളൊന്നും ഈ ഭഗവാന്റെ ഈ സംഗീത പ്രതിഭയ്ക്ക് മുമ്പിൽ ഒന്നുമല്ല എന്ന് തിരിച്ചറിയുകയാണ്. അങ്ങനെ അവരുടെ അഹങ്കാരമൊക്കെ പോയി അവർ സ്വയം വിനയാന്വിതരായി ഭഗവാന്റെ മുമ്പില് ഭഗവാന്റെ ഈ വേണുഗാനം ആസ്വദിക്കാനും പഠിക്കാനുമായിട്ട് മുമ്പിൽ വന്ന് കുനിഞ്ഞു നിൽക്കുകയാണ്. അതാണ് കവയഹാബി. അവരൊക്കെ ശ്രേഷ്ഠന്മാരാണെങ്കിലും നിപുണന്മാരാണെങ്കിലും ആനത കന്ദര ചിത്താഹ അനിശ്ചിത തത്വാഹ. അനിശ്ചിത തത്വാഹ എന്ന് പറയുമ്പോ ഭഗവാൻ ചെയ്യുന്ന ഈ സംഗീത ആലാപനത്തിന്റെ തത്വങ്ങൾ, അതിന്റെ രഹസ്യങ്ങൾ ഇന്നതാണെന്ന് നിശ്ചയിക്കാൻ പറ്റാതെ, എന്ന് വെച്ചാൽ ഇവര് പഠിച്ചിട്ടുള്ള പാഠങ്ങൾക്കൊക്കെ ഉപരിയാണ് ഭഗവാന്റെ പാഠങ്ങൾ, അല്ലേ? എന്തപ്പോ അത് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടൊന്നുമില്ലാത്ത കാര്യങ്ങളാണല്ലോ, നമ്മുടെ ഒന്നും അറിവിലില്ലാത്തതായിട്ടുള്ള ആലാപനമാണല്ലോ ഈ ഭഗവാന്റെ രീതി. ഈ ഭഗവാന്റെ ഈ സംഗീതത്തെ വിലയിരുത്താൻ നമ്മളാര് എന്നിങ്ങനെ വിനയാന്വിതരായിട്ട്, അതാണ് അനിശ്ചിത തത്വാഹ, വായും പൊളിച്ചു നിൽക്കണവര്, അത്ഭുത പരതന്ത്രരായിട്ട് ഇതിന്റെ ഒന്നും തത്വനിർണയം ചെയ്യാൻ കഴിയാതെ. ആരാണ് ഈ ഭഗവാൻ? എന്താ ഈ കാട്ടിക്കൂട്ടുന്നത്? എല്ലാവരെയും അത്ഭുത പരതന്ത്രരാക്കിയിരിക്കുന്നല്ലോ, ഈ ലോകത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുന്നല്ലോ, എല്ലാവരെയും മാറ്റിമറിക്കുന്നല്ലോ. എന്തൊരു ഗാനമാണിത് എന്ന് ഈ ദേവശ്രേഷ്ഠന്മാർ പോലും ഭഗവാന്റെ ഈ സംഗീതത്തിന്റെ ഒരു മഹിമയെ അത് എന്താ പറയുക, വേണ്ടതുപോലെ ഉൾക്കൊള്ളാനോ വിലയിരുത്താനോ പോലും ശക്തിയില്ലാത്തവരായിട്ട് അനിശ്ചിത തത്വ വോ വൗ എന്ന് പറഞ്ഞുകൊണ്ട്
അവരന്തം വിട്ട് നിൽക്കുകയാണ്. അങ്ങനെ കശ്മലം യയുഹു, അവർ പോലും കശ്മലത്തെ പ്രാപിച്ചു. അവർ പോലും വല്ലാത്തൊരു മോഹാവസ്ഥയെ പ്രാപിച്ചു. ഭഗവാന്റെ സംഗീതം കേട്ട് ദേവശ്രേഷ്ഠന്മാർ പോലും മോഹിതരായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. വിവിധ ഗോപചരണേഷു വിദഗ്ധോ വേണുവാദ്യ ഉരുധാ നിജ ശിക്ഷാ തവ സുത സദിയദാധരബിംബേ ദത്തവേണുരമയസ്വരജാദീ സവനശസ്തദുപധാര്യ സുരേശാഃ ശക്രശർവ പരമേഷ്ടി പുരോഗാഃ കവയ ആനത കന്ദരചിത്താഃ കശ്മലം യയുരനിശ്ചിതതത്വാഃ. ഇനി വേറെ ഗോപികമാരുടെ എന്താ പറയുക യുഗളഗീതം തുടരുകയാണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ നിർത്താം. ഇന്ന് വൈകുന്നേരം നോക്കാം. വൈകുന്നേരം 6:30 ശേഷം നോക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം. ഹരി ഓം നാരായണ.